സുഹൃത്തുക്കളെ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ എന്തിനെങ്ങനെ ഓടുന്നേ? നല്ലൊരു വീട്, ലക്ഷം രൂപയുടെ വണ്ടി, കെട്ടുപിണഞ്ഞെടുക്കുന്ന റിലേഷൻഷിപ്പ്, ഇതിനൊക്കെയല്ലേ? പക്ഷെ ഇതൊക്കെ വെറും വാഴപ്പിണ്ടിയാണെന്ന് പറഞ്ഞ് ലോകം മൊത്തം അറപ്പോടെ നോക്കുന്നൊരിടത്ത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു കൂട്ടരുണ്ട്, ആഘോരികള്. നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും, പല കഥകളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ആഘോരികൾക്കിടയിലേക്കാണ്. ഇത് വെറും ഒരു ഡോക്യുമെന്ററി അല്ല, നിങ്ങളുടെ ചിന്താഗതി അടിമുടി പിടിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ ആ ശ്മശാനത്തിന്റെ വശത്തു കൂടി രാത്രി നടക്കാൻ നമുക്ക് പേടിയാണ്. കണ്ണു ചിമ്മിയാൽ പ്രേതത്തെ കാണുമെന്ന് പേടിക്കുന്നവരാണ് നമ്മള്. എന്നാൽ അഘോരികൾക്ക് അതാണ് അവരുടെ ഓഫീസ്, അതാണ് അവരുടെ വീട്. കത്തുന്ന ചിതയുടെ ചൂടാണ് അവരുടെ പുറപ്പ്. എന്തുകൊണ്ടാണ് ഇവർ ശ്മശാനത്തിൽ താമസിക്കുന്നത് അറിയാമോ? നമ്മൾ പറയില്ലേ, അവസാനം എല്ലാവരും അവിടെ എത്തുമെന്ന്. ആ സത്യത്തെ അവർ ജീവിതകാലം മൊത്തം ആഘോഷിക്കുകയാണ്. ജനനവും മരണവും ഒന്നാണെന്നും മരണം ഒന്നിന്റെയും അവസാനമില്ലെന്നും കാണിക്കാൻ വേണ്ടിയാണ് അവർ കത്തുന്ന ശവങ്ങൾക്കിടയിൽ ഇരിക്കുന്നത്. അവരുടെ രൂപം ഒന്ന് നോക്കിയേ. ജട പിടിച്ച മുടി, കണ്ണുകളിൽ കത്തുന്ന ഒരു പ്രത്യേക തീഷ്ണത, ദേഹം മൊത്തം വെളുത്ത ചാരം. ആ ചാരം വെറും ചാരമല്ല മക്കളെ, മനുഷ്യൻ കത്തിയമർന്ന ശേഷമുള്ള ഭസ്മമാണത്. നമ്മൾ വലിയ പത്രാസിൽ നടക്കുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കും. കാരണം അവർക്കറിയാം, ഇന്ന് നീ കാണിക്കുന്ന ഈ ഗമയൊക്കെ നാളെ ഈ ഒരു പിടി ചാരത്തിൽ അവസാനിക്കുമെന്ന്. അവരുടെ കഴുത്തിലെ തലോട്ടി ഉണ്ടോ? അതിനവർ കപാലം എന്ന് വിളിക്കുന്നേ. അഘോരിക്ക് അത് വെറും ഒരു അസ്ഥിയല്ല, അതൊരു പാത്രമാണ്. ആ കപാലത്തിൽ അവർ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ലോകം അശുദ്ധമെന്ന് വിളിക്കുന്നതിനെ അവർ തങ്ങളുടെ ശ്വാസമായി കൊണ്ടു നടക്കുന്നു. പലരും വിചാരിക്കുന്നത് ഇവരെന്തോ മന്ത്രവാദം ചെയ്യുന്ന വില്ലന്മാരാണെന്നാണ്. എന്നാൽ കേട്ടോ, ഇവർ കടുത്ത ശിവഭക്തന്മാരാണ്. ഭഗവാൻ ശിവന്റെ അഘോര രൂപത്തെ ആരാധിക്കുന്നവർ. അവർക്ക് ലോകത്ത് നല്ലതെന്നോ ചീത്തയൊന്നും ഇല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ശിവന്റെ സൃഷ്ടിയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൂവിനെയും ഒരു ശവത്തെയും അവർ ഒരേ കണ്ണോടെ കാണും. നമ്മൾ എന്തിനെയൊക്കെ വെറുക്കുന്നുവോ അതിനെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് ഇവരുടെ രീതി. നമ്മൾ മാംസം കഴിക്കുമ്പോൾ അത് വൃത്തിഹീനം എന്ന് പറയും. അവർ പറയും അത് പ്രകൃതിയുടെ ഭാഗമാണെന്ന്. ഈ വേർതിരിവുകളില്ലാത്ത അവസ്ഥയാണ് അഘോരം, ലോകത്തിന്റെ കടലിലെ അഘോരി. സത്യം പറഞ്ഞാൽ സാധാരണക്കാരെ നമുക്ക് ഇവരെ ഉൾക്കൊള്ളാൻ കുറച്ച് പാടാണ്. അവരുടെ ആചാരങ്ങള്, ശവം കഴിക്കുന്നതും ശവഭോഗം ചെയ്യുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പിടയും. പക്ഷെ അഘോരികളുടെ ലോകത്ത് ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. സ്വന്തം ഉള്ളിലെ അറപ്പെന്ന വികാരത്തെ കൊന്നവനെ മോക്ഷം കിട്ടൂ എന്നാണ് അവരുടെ ഒരു ലൈൻ. നമ്മുടെ ഉള്ളിലെ പേടിയെയും വെറുപ്പിനെയും പച്ചയ്ക്ക് കൊന്നു തിന്നുന്നവരാണ് ഈ അഘോരികള്. അവർക്ക് മുന്നിൽ നിയമങ്ങളില്ല, പേടിപ്പിക്കാൻ പോലീസില്ല. അവർ സ്വന്തം ആത്മാവിന്റെ രാജാക്കന്മാരാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വെറും തുടക്കം മാത്രമാണ്. നമ്മൾ കണ്ടത് അവരുടെ പുറം ലോകമാണ്. ഇനി വരാനിരിക്കുന്നത് ഇതിലും ഭീകരമാണ്. എങ്ങനെയാണ് ഒരാൾ അഘോരിയായി മാറുന്നത്? അവരുടെ കഠിനമായ പരീക്ഷകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ചങ്കുറപ്പൊന്ന് കൂട്ടിപ്പിടിച്ചോ. നമ്മൾ കാശിയിലെ ആ പുകയുന്ന ചിതകൾക്കിടയിലേക്ക് പതുക്കെ ഇറങ്ങാൻ പോവുകയാണ്. അഘോരികളുടെ രഹസ്യ ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഘോരിയാകാൻ ചങ്കുറപ്പ് വേണമെന്ന്. ആ ചങ്കുറപ്പ് പരീക്ഷിക്കുന്ന മെയിൻ സ്റ്റേജ് എവിടെയാണെന്ന് അറിയാമോ? അത് വേറെ ഒന്നുമല്ല, കാശി. വാരണാസി എന്നും ബനാറസ് എന്നും നമ്മൾ വിളിക്കുന്ന ആ പുണ്യഭൂമി. പക്ഷെ നമ്മൾ കാണുന്ന കാശിയല്ല അഘോരികളുടെ കാശി. നമ്മൾ ഗംഗയിൽ മുങ്ങി പാപം കഴുകാൻ പോകുമ്പോൾ അവർ തിരയുന്നത് അവിടുത്തെ കത്തുന്ന ചിതകളെയാണ്. കാശിയിൽ 24 മണിക്കൂറും ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ പുകയുടെ ഇടയിലാണ് അഘോരി തന്റെ സാമ്രാജ്യം പണിയുന്നത്. കാശിയിലെ മണികർണിക ഘട്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം നിർത്താതെ കത്തുന്ന ശവങ്ങൾ. മരണം അവിടെ ഒരു പേടിയല്ല, അതൊരു ആഘോഷമാണ്. നമ്മളൊക്കെ മരണം കണ്ടാൽ കണ്ണടയ്ക്കും. പക്ഷെ അഘോരി ആ ചിതയുടെ ചൂടിലേക്ക് നോക്കിയിരിക്കും. എന്താണെന്നോ, ആ കത്തുന്ന ശവത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ഒരു വലിയ സത്യമാണ്. ഇന്ന് ഇവൻ, നാളെ നീ. ഈ ലോകത്തെ സകല പത്രാസും ആ ചാരത്തിൽ അവസാനിക്കുമെന്ന് അവർ അവിടെ ഇരുന്ന് ലോകത്തോട് വിളിച്ചു പറയും. ആ ശ്മശാനത്തിലെ ചാരം വാരി ദേഹത്ത് പൂശുമ്പോൾ അവർ അനുഭവിക്കുന്നത് ഒരു തരം വിചിത്രമായ സ്വാതന്ത്ര്യമാണ്. ഇത് നിങ്ങൾ കേട്ടോ, അഘോരികളുടെ ഏറ്റവും ഭീകരമായ ആചാരം ശവസാധനയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഉള്ളൊന്ന് പിടയ്ക്കും. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ പകുതി കത്തിയതോ അല്ലെങ്കിൽ ഗംഗയിൽ പൊങ്ങി വധവായ ഒരു ശവത്തിന് മുകളിൽ ഇരുന്ന് അവർ മന്ത്രം ചൊല്ലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ശവത്തിന്റെ മുകളിൽ ഇരിക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷെ അഘോരിക്ക് ആ ശവം വെറും ഒരു വസ്തുവല്ല, അതൊരു സീറ്റാണ്.
തന്റെ ഉള്ളിലെ പേടിയെയും അറപ്പിനെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. ശവത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടതുപോലെ സ്വന്തം ശരീരത്തിൽ നിന്ന് മനസ്സും വികാരങ്ങളും വേർപെടുത്തുക, അതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അവരുടെ കയ്യിലെ തലയോട്ടിയുണ്ടോ? അതിനെ അവർ കബാല എന്നാ വിളിക്കണേ. നമ്മൾ കഞ്ഞിക്കലം ഉപയോഗിക്കുന്ന പോലെയാണ് അവർക്കത്. അതിലവർ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ലോകം അശുദ്ധമെന്ന് മാറ്റി നിർത്തുന്ന ഒന്നിനെ അവർ തങ്ങളുടെ ജീവനായി കൊണ്ടു നടക്കുന്നു. പ്രകൃതിയിൽ അശുദ്ധമായി ഒന്നുമില്ലെന്നും എല്ലാം ആ പരമേശ്വരന്റെ സൃഷ്ടിയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ തലയോട്ടി പവിത്രമാവുന്നത്. നമ്മൾ വെറുക്കുന്നതിനെ സ്നേഹിക്കുക, അതാണ് അഘോരി സ്റ്റൈൽ. അപ്പോ നമ്മൾ കാശിയിലെ ആ പുകയുന്ന ചിതകൾക്കിടയിൽ അഘോരി എങ്ങനെ ജീവിക്കുന്നതെന്നുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, അഘോരികൾ വെറും മന്ത്രവാദികളല്ല. അവരുടെ പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. അതിനുമപ്പുറം വലിയൊരു ആത്മീയതയുണ്ട്. എങ്ങനെയാണ് അവർ കഠിനമായ രോഗങ്ങളെ ചാരം കൊണ്ട് ചികിത്സിക്കുന്നത്? അവർക്ക് ശരിക്കും അത്ഭുത ശക്തികളുണ്ടോ? നിഗൂഢതയുടെ അടുത്ത വാതിൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. കൂടെ ഉണ്ടാവണം കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ കണ്ടുമടുത്ത സിനിമകളിലെ വില്ലന്മാരല്ല അഘോരികള്. അവർ ശവം കഴിക്കുന്നു, തലയോട്ടിയിൽ വെള്ളം കുടിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തൊരു വൃത്തികേടാണ് എന്ന് തോന്നാം. പക്ഷെ ഒരു ചന്തയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന തിരക്കില്ലേ, ആ തിരക്കിനിടയിലും താൻ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് അഘോരി. ഇവർക്ക് കിട്ടുന്ന ആ ശക്തികൾ എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും മന്ത്രവാദമല്ല. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പച്ചയ്ക്ക് കൊന്നു തിന്നുന്നതിന് പ്രകൃതി കൊടുക്കുന്ന ഒരു പവറാണത്. അവരുടെ ദേഹം മൊത്തം പൂശുന്ന ആ വെളുത്ത ചാരം കണ്ടോ? അത് വെറും ചാരമല്ല, ചിതയിൽ കത്തിയമർന്ന മനുഷ്യന്റെ ഭസ്മമാണത്. അഘോരികൾ പറയും ഈ ചാരത്തിലാണ് സകല രോഗങ്ങൾക്കും മരുന്നിരിക്കുന്നത് എന്ന്. പലരും വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. മാറാ രോഗങ്ങളുമായി വരുന്നവരെ ഈ ഭസ്മം കൊണ്ട് അവർ ചികിത്സിക്കും. അവിടെ ഡോക്ടറില്ല, സ്കാനിംഗ് ഇല്ല. ആ ചാരത്തിൽ അവർ കാണുന്നത് മനുഷ്യ ശരീരത്തിന്റെ 5 മൂലങ്ങളെയാണ്. നമ്മൾ അശുദ്ധമെന്ന് വിളിക്കുന്ന ആ ചാരം അവർക്ക് ഔഷധമാണ്. ലോകം ഉപേക്ഷിക്കുന്ന സാധനങ്ങളെ വെച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്ന കെമിസ്റ്റുകളാണ് ഇവർ. പലരും ചോദിക്കാറുണ്ട്, അവർ എന്തിനാണ് ഈ മാംസം കഴിക്കുന്നത് എന്ന്. അഘോരിയുടെ കണ്ണിൽ നല്ലതെന്നോ ചീത്തയൊന്നോ ഇല്ല. എല്ലാം ശിവന്റെ പ്രസാദമാണ്. അവർക്ക് മുന്നിൽ വെക്കുന്ന പച്ചമാംസവും പഴങ്ങളും ഒരുപോലെയാണ്. നമ്മൾ ഒരു സാധനം കഴിക്കുമ്പോൾ അത് രുചിയാണോ എന്ന് നോക്കും. പക്ഷേ അഘോരി നോക്കുന്നത് അത് തന്റെ ശരീരത്തിന് ഊർജം നൽകുന്നുണ്ടോ എന്ന് മാത്രമാണ്. സ്വന്തം നാവിലെ രുചി പോലും തോൽപ്പിച്ചവന് പിന്നെ എന്ത് വേർതിരിവ്? ഈ ലോകത്ത് ഒന്നിനോടും വെറുപ്പില്ലാത്ത ആ അവസ്ഥയാണ് അഘോരം എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, അഘോരികൾക്ക് ചില നിഗൂഢ ശക്തികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. വായുവിൽ ഉയരാനോ വെള്ളത്തിന് മുകളിലൂടെ നടക്കാനോ ഒന്നുമല്ല അവർ ഈ ശക്തി ഉപയോഗിക്കുന്നത്. ഭാവിയെ കുറിച്ച് അവർക്ക് കൃത്യമായ സൂചനകൾ കിട്ടാറുണ്ട്. ഒരു അഘോരി നിങ്ങളെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ അത് വെറുതെ ആകില്ല. കാരണം അവർ നുണ പറയാറില്ല. അവർക്കൊന്നും നേടാനില്ല. ഈ ലോകത്തെ സകല മായകളിൽ നിന്നും മോചിതരായതുകൊണ്ട് അവർക്ക് പ്രകൃതിയുടെ രഹസ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാശിയിലെ ആ പുകയുന്ന ചിതകൾക്കിടയിലിരുന്ന് അവർ കാണുന്നത് നമ്മൾ കാണാത്ത മറ്റൊരു ലോകമാണ്. അപ്പോ നമ്മൾ അഘോരികളുടെ രൂപം കണ്ടു, അവരുടെ കാശി കണ്ടു, ഇപ്പോൾ അവരുടെ ശക്തിയെ കുറിച്ച് അറിഞ്ഞു. പക്ഷെ ഓർക്കുക, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. അഘോരികളുടെ ലോകത്തേക്ക് നമ്മൾ ഇനിയും ആഴത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. അവരുടെ കഠിനമായ ഹിമാലയ യാത്രകളെ കുറിച്ചും മഞ്ഞുരുകുന്ന മലമുകളിൽ അവർ എങ്ങനെയാണ് നഗ്നനായി ജീവിക്കുന്നു എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം. നിങ്ങളുടെ ചങ്കുറപ്പ് ചോർന്നു പോകാൻ നോക്കിക്കോ, കളി തുടങ്ങുന്നേ ഉള്ളൂ. ഹിമാലയത്തിലെ ആ ഉയർന്ന കൊടുമുടികളിൽ അവർ തപസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ദേഹം മൊത്തം ഭസ്മം പൂശി ഒരു തുണി പോലും ഇല്ലാതെ അവർ ആ മഞ്ഞിൽ ധ്യാനിച്ചിരിക്കും. നമ്മൾ ചോദിക്കും, ഇവർക്ക് തണുക്കില്ലേ എന്ന്. അവിടെയാണ് അവരുടെ ആന്തരിക അഗ്നി പ്രവർത്തിക്കുന്നത്. പ്രാണായാമം വഴി ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ അവർക്കറിയാം. തണുപ്പിനെയോ ചൂടിനെയോ അവർ ഭയക്കുന്നില്ല. കാരണം അവർ തങ്ങളെ തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറ്റിയിരിക്കുന്നു. തണുപ്പ് നിന്റെ ശരീരത്തിനാണ്, നിന്റെ ആത്മാവിനല്ല എന്ന് അവർ ചിരിച്ചുകൊണ്ട് പറയും. ആരും എത്താത്ത ആഴത്തിലുള്ള ഗുഹകളിലാണ് അവരുടെ താമസം. അവിടെ മനുഷ്യരില്ല, ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല. വർഷങ്ങളോളം അവർ ആ ഇരുട്ടിലിരിക്കും. എന്തിനാണെന്നോ? തന്റെ ഉള്ളിലെ ദൈവത്തെ കാണാൻ. ലോകത്തിന്റെ സകല ബഹളങ്ങളിൽ നിന്നും ഔട്ടായിട്ട് സ്വന്തം ആത്മാവിന്റെ റേഞ്ചിലേക്ക് അവർ കയറുകയാണ്. അവിടെ അവർക്ക് കൂട്ടായി വന്യമൃഗങ്ങൾ കാണും. പക്ഷെ അഘോരിയെ ഉപദ്രവിക്കാൻ ഒരു പുലിയോ പാമ്പോ ധൈര്യപ്പെടില്ല. കാരണം ആ അഘോരിയിൽ നിന്നും പുറപ്പെടുന്നത് സമാധാനത്തിന്റെയും
ഒപ്പം ഭയപ്പെടുന്ന ശക്തിയുടെയും ഒരു പ്രഭാവലയമാണ്. ഹിമാലയത്തിലെ അത്യപൂർവമായ മൂലികകളെ കുറിച്ച് അഘോരികൾക്ക് വലിയ അറിവുണ്ട്. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ചെടികൾ കൊണ്ട് അവർ മരുന്നുകൾ ഉണ്ടാക്കും. ആഹാരമില്ലാതെ മാസങ്ങളോളം ജീവിക്കാൻ അവർക്ക് ചില പ്രത്യേക വേരുകളെയും കായ്കളെയും കുറിച്ചറിയാം. ഈ അറിവൊന്നും അവർ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, പ്രകൃതിയുമായി നേരിട്ട് സംസാരിച്ച് നേടിയെടുത്തതാണ്. ഒരു അഘോരി തരുന്ന ഒരു ചെറിയ വേര് മതി നിങ്ങളുടെ സകല ക്ഷീണവും മാറ്റാൻ. പക്ഷേ അവർ അത് ആർക്കും വെറുതെ കൊടുക്കില്ല. അർഹതയുള്ളവർ മാത്രമേ ആ അറിവ് കിട്ടൂ. സുഹൃത്തുക്കളെ, നമ്മൾ കാശിയും കണ്ടു, ഹിമാലയവും കണ്ടു, അവരുടെ ആചാരങ്ങളും കണ്ടു. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ എന്തിനാ? നമ്മളൊരു ലോഡ് ഇറക്കിയാൽ അതിനൊരു കണക്കുണ്ട്. പക്ഷെ അഘോരിയുടെ ജീവിതത്തിന് എന്ത് കണക്കാണുള്ളത്? നമ്മൾ സംസാരിച്ച ഈ യാത്രയുടെ അവസാന സ്റ്റേഷൻ മഹാനിർവാണമാണ്. നമ്മൾ മരണത്തെ പേടിച്ചോടുമ്പോൾ അവർ മരണത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. ഈ ഭാഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടല്ലോ, അത് ആ കാശിയിലെ ചിത പോലെ കത്തിയമരും. ഒരു അഘോരി മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മളെ പോലെ ആശുപത്രിയിൽ കിടന്നല്ല. അവർക്ക് അവരുടെ മരണം മുൻകൂട്ടി അറിയാം. സമയം അടുക്കുമ്പോൾ അവർ പറയും, ഇനി എന്റെ ആത്മാവിന് ഈ ശരീരം വേണ്ട എന്ന്. അവർ പത്മാസനത്തിൽ ഇരിക്കും, കണ്ണടയ്ക്കും, ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. പിന്നെ ആ ശരീരം വെറും ഒരു മൺകട്ടയാണ്. അതിനെയാണ് മഹാസമാധി എന്ന് വിളിക്കുന്നത്. ഒരു തരിമ്പ് പേടിയില്ല ആ മുഖത്ത്. മരണം അവർക്ക് മറ്റൊരു ലോകത്തേക്കുള്ള വിസ മാത്രമാണ്. ബോഡി ഇവിടെ കാണും, പക്ഷെ ആള് വേറെ ലെവലിലേക്ക് പ്രൊമോട്ടായിട്ടുണ്ടാവും. പലരും ചോദിക്കാറുണ്ട്, ഇവർ എന്തിനാ ശവത്തിന്റെ കൂടെ ഇരിക്കുന്നത് എന്ന്. അവസാനമായി ഒരു സത്യം കൂടി പറഞ്ഞേക്കാം. അഘോരിയുടെ കണ്ണിൽ ഈ ലോകം മൊത്തം ഒരു വലിയ ശ്മശാനമാണ്. ജനിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ശ്മശാനത്തിൽ ഇരിക്കുന്നത് നമ്മളെ പേടിപ്പിക്കാനല്ല, മറിച്ച് നമ്മളെ പഠിപ്പിക്കാനാണ്. നീ ഇന്ന് കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഈ സ്വർണവും പണവും ഒന്നും നിന്റെ കൂടെ വരില്ല. കൂടെ വരുന്നത് നിന്റെ കർമ്മം മാത്രം. ആ സത്യം ഉറക്കെ പറയാനാണ് അവർ ഭസ്മം പൂശി നമ്മളുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് വെറും ഒരു വേഷമല്ല, അതൊരു ജീവിത രീതിയാണ്. അഘോരം എന്നാൽ ഭയമില്ലാത്തവൻ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയങ്ങളെ പേടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് മരണത്തെ പേടിയില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലും ഒരു അഘോരിയുണ്ട്. അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുക. പുറത്തുള്ള മായകളിൽ കുടുങ്ങാതെ ഉള്ളിലെ ആ ശിവനെ കാണാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കിയാൽ നിങ്ങളും ഒരു രാജാവാണ്, നിങ്ങളുടെ ആത്മാവിന്റെ രാജാവ്. സുഹൃത്തുക്കളെ, ഈ അഘോരിയുടെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. കാശിയിലെ ആ പുകയുന്ന ചിതകളിൽ നിന്ന് തുടങ്ങിയ യാത്ര ഹിമാലയത്തിലെ മഞ്ഞുകാറ്റിലൂടെ കടന്ന് ഇതാ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഈ വീഡിയോ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ വിജയിച്ചു. ഈ ലോകം വലുതാണ്, അതിലെ രഹസ്യങ്ങൾ അതിലും വലുതാണ്. ചങ്കുറപ്പുള്ളവർക്ക് മാത്രമേ ഈ രഹസ്യങ്ങൾ താങ്ങാൻ പറ്റൂ. അടുത്തൊരു പവർഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി എന്നാ.